ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ഒരു റിക്വസ്റ്റ് ആണ്. അതായത് ഏകദേശം ഒരു 2 ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ ഒരു കോണ്ടാക്ട് വീഡിയോ ചെയ്തിരുന്നു. അതായത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടുമോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. 7 ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് വന്നു കമൻസിലും അതുപോലെ പേഴ്സണലി ഒക്കെ പലരും വന്ന് പറഞ്ഞിരുന്നു. ഇനി കിട്ടാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലൂസ് കൊടുത്തതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, അവരുടെ ഒരു ടൈം അനുസരിച്ചിട്ടേ നമുക്കതെല്ലാം കൂടുതലായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിരുന്നതാണ്. അതിനുശേഷം പലരും വീണ്ടും അങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുമോ എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, നമുക്ക് എപ്പോഴും അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്കൊരു നല്ലൊരു മുഹൂർത്തം അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൽ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വേണം ചെയ്തു നോക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിന് പറ്റിയൊരു സമയമാണെന്ന് ഒരു ഇൻഡ്യൂഷൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും അറിയില്ല അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ഇത് എത്ര പേർക്ക് ഇത് പോസിറ്റീവായിട്ട് വരുന്നുള്ളത് അതെല്ലാം നിങ്ങളുടെ ഒരു ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഒറാക്കിളിൽ നിന്നും തുടങ്ങാം. നമുക്ക് അതിനകത്ത് എന്താണ് ബേസ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ആദ്യമേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഷഫിൾ ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സന്റെ തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ ഒരു കോണ്ടാക്ട് കിട്ടുമോ, നിങ്ങളുടെ ഒരു എനർജി ഇതിനകത്തേക്ക് വരാനായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ അവരുടെ ഇമേജ് ഒന്ന് കൊണ്ടുവരിക, ഒന്ന് അവരെ കുറിച്ച് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട്. അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് സാഹചര്യത്തിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇതിനകത്തുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടിത് റെസണേറ്റ് ആയിരിക്കും. ഓക്കെ, അവയർനെസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പ്രോസ്പെരിറ്റി ബിഗിൻസ്. Foundation and achievements. The High Priestess card, Queen of Swords, 7 of Pentacles, Queen of Cups, King of Pentacles, okay, 4 of Wands, Knight of Pentacles, and one more, 5 of Pentacles. ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്നും കൂടി നോക്കാം. ഓക്കെ, 4 of Wands റിപ്പീറ്റ് ആണ്, 2 പ്രാവശ്യം 4 of Wands വന്നിട്ടുണ്ട്. 2 of Pentacles, Page of Swords, Ace of Pentacles, 8 of Wands. വെരി നൈസ്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ സ്പ്രെഡിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ 7 days അല്ലെങ്കിൽ ഈ 7 എന്നുള്ള കണക്ക് എടുക്കുന്നത് എന്ന് പറയാം.
അതായത് ചിലവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഓരോ റീഡേഴ്സിന്റെയും ഇൻഡ്യൂഷനാണ്. അപ്പോൾ 48 hours അല്ലെങ്കിൽ വിത്തിൻ 1 month എന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും ഒരു കറക്റ്റ് ആയിട്ട് ആ 7 എന്ന് തന്നെ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 7 ഒരു റെക്കറിംഗ് നമ്പറാണ്. അതുപോലെ തന്നെ സ്പിരിച്വലി വളരെയധികം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ 7 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ഗ്രഹമായിട്ടുള്ള നിഴൽ ഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള കേതുവിന്റെ നമ്പർ കൂടിയാണ്. അതായത് കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഈ ഒരു നമ്പർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 7 days ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് ചൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു 7ന്റെ ഒരു കണക്ക് വെക്കുന്നത്. ഓക്കെ, അതെന്താണ് ഈ ഒരു 7 ദിവസത്തെ കണക്ക്, അല്ലെങ്കിൽ എന്താണ് ഈ 7 എന്നുള്ളത് എന്നോട് ചിലർ ചോദിച്ചിരുന്നു. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 7 days വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു റീഡിംഗ് ആണ്. അപ്പൊ അതിന് ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയം, ആ ഒരു റീഡിംഗ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം ഒക്കെ കുറച്ചും കൂടി യൂണിവേഴ്സൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടേണ്ടുന്ന ഒരു സമയമൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് അത്രത്തോളം പോസിറ്റീവ് ആണ്. ഞാൻ നിങ്ങളോട് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, എനിക്കറിയില്ല എന്താണ് വരാൻ പോകുന്നതെന്ന്. പക്ഷെ വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ചിലർ പറയും, ഞാൻ മിക്കപ്പോഴും ഓരോ കാർഡ്സിന്റെ വെച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ വീഡിയോക്ക് ഇച്ചിരി ഡ്യൂറേഷൻ കൂടും, എങ്കിലും എനിക്കത് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. വെറുതെ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോണതിന് പകരം നമ്മൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് റീഡേഴ്സും കൂടി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ചിലവർക്ക് പക്ഷെ അത്ര സമയം ചിലപ്പോൾ സ്പെയർ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിട്ട് പോകാനുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ചോദിച്ചിരുന്നു, അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് കൂടുതൽ ആളുകൾക്കും ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് എത്ര സമയം എടുത്താലും വേണ്ടില്ല, നന്നായിട്ട് അറിയണം എന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത്. പക്ഷെ ഇപ്പൊ നമുക്കറിയില്ല, കുറെ ആയി ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ നിങ്ങളുടെ ഒരു ടേസ്റ്റ് മാറിയോ, പുതിയ കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്, നമ്മൾ ഓരോന്ന് സമയം എടുത്ത് തന്നെ പറഞ്ഞു തരണോ അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ട്കം മതിയോ എന്നുള്ളത് പറയാം. കാരണം നമ്മുടെ വ്യൂവേഴ്സിന്റെ ചോയ്സ് ആണ് ഞാൻ എപ്പോഴും മുൻഗണന കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, പെട്ടെന്ന് വേണോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാനൊരു ഔട്ട്കം പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് വിശദമായിട്ട് തരണോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോ ഇത് അറിയാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയാ, ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞുതരാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ഉണ്ടോ, നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ മാത്രം നോക്കിയാൽ മതി. അതിൽ മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ. അപ്പൊ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന അവയർനെസ് കാർഡാണ്. സെക്കൻഡ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി ബിഗിൻസ് ആണ്. അപ്പൊ ഈ അവയർനെസ് എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് ഈസ് കോളിംഗ് യു എന്ന് വേണം പറയാം. അതായത് നിങ്ങളിലെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാജിക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾക്കൊരു നല്ല മാനിഫെസ്റ്റേറ്റിംഗ് പവറുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന എനർജീസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റീഡിംഗ് കേട്ട് ആ വഴി അങ്ങ് പോകുന്നതിന് പകരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ വരാനായിട്ട് ആഗ്രഹം അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാനിഫെസ്റ്റിംഗ് കൂടി ചെയ്യുക കേട്ടോ. അപ്പം പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് കൂടി നിങ്ങൾ ആ സമയത്ത് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു യൂണിവേഴ്സിന്റെ എല്ലാവിധ ഒരു സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാജിക് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും എത്തും. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് വളരെയധികം സെപ്പറേഷനിലുള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നതും ഇടയ്ക്ക് വന്നിട്ട് മിണ്ടി പോകുന്ന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തികളുടെ അല്ല. കാരണം കൂടുതൽ ആളുകൾ നിരാശരായിട്ടിരിക്കുന്നത് അവർക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ കോണ്ടാക്റ്റ് ഇല്ല. ഈ വ്യക്തി അവരെ പാടെ തഴഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ അവരിപ്പോ എന്ത് ചെയ്യുന്നു, ഇനി തിരിച്ചു വരുമോ എന്ന് പോലും പ്രതീക്ഷയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഒരു എന്താണ് അവരുടെ ഒരു മെസ്സേജ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അവരുടെ ഒന്ന് ബ്ലോക്ക് മാറ്റി ഒന്ന് മിണ്ടിയാൽ മതി എന്നൊക്കെയുള്ള ഒരാൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പേഴ്സൺസിന്റെ എനർജി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ എപ്പോഴും വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു മാജിക് നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് നടക്കില്ല, ഇനി അതിനൊന്നും സാധ്യത ഇല്ലാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ആ മാജിക് നിങ്ങളിലേക്ക് വരുന്നു. യൂണിവേഴ്സ് ഈസ് കോളിംഗ് യു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് വന്നിരിക്കുന്നതും അറിയാം, പ്രോസ്പെരിറ്റി ബിഗിൻസ് ആണ്. പുതിയ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ആ ഒരു എന്താണ് ഒരു ഫ്രഷ്, അത് രണ്ടും നമുക്കറിയാം. രണ്ടും നമ്പർ 1 ആണ് കാർഡുകൾ. ആ ഒരു
ഒന്ന് എന്നുള്ള ഒരു തുടക്കം നിങ്ങളിലേക്ക് വീണ്ടും വരാൻ പോകുന്നു. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു. ആ ഒരു സോള് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തേർഡ് കാർഡും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതുപോലെ തന്നെ കിട്ടി. എനിക്ക് തന്നെ ആ ഒരു ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു കണക്കൂട്ടലിനാണല്ലോ എടുക്കുന്നത്. അപ്പൊ അത് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എന്റെ ഇൻഡ്യൂഷൻ അവിടെ വർക്കാവുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു പ്രാർത്ഥന കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ കിട്ടിയിരിക്കുന്ന ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ ഫാമിലി വൈസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സിങ്കായി പോവാൻ, നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു. ഇനി അതുപോലെ അങ്ങനെയുള്ള വ്യക്തികളല്ല, ഫാമിലി അല്ല, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് അതിന്റെ ഒരു ശക്തമായ കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള മറ്റുള്ള സ്പ്രെഡ്സ് നോക്കുമ്പോൾ ഇവിടെ സാധിക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തീർച്ചയായിട്ടും വളരെയധികം ഒരു നെഗറ്റീവ് എനർജി, ഒരു ബ്ലാക്ക് മാജിക് മൂലം സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടുപോവാൻ എന്ന് പറയുന്നത് മറ്റൊരു തേർഡ് പേഴ്സന്റെ വെറുതെ അവരുടെ ഇൻഫ്ലുവൻസ് അല്ല, അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുന്നത്. അവര് അത്രത്തോളം നെഗറ്റിവിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അത് നമ്മൾ എന്താ പറയാ വെർബലി ആയിരിക്കാം, അതായത് വാക്കുകൾ കൊണ്ട് കള്ളക്കഥകൾ പറഞ്ഞു വരുത്തുക എന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഫിസിക്കലി എന്തെങ്കിലും ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലാണ് ഈ ഒരു തകർച്ച വന്നിട്ടുള്ളത്. അത് നിങ്ങൾ തമ്മിൽ അകന്നു പോകാനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഇങ്ങനെ വന്നേക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമുക്കിവിടെ ശക്തമായിട്ട് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് നാളുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച ഒരു പേഴ്സൺസിന്റെ ആണ് നിങ്ങളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ പലപ്പോഴും ഇല്ല ഇനി ഞാൻ ഇത് കാത്തു നിൽക്കുന്നില്ല പോകാം എന്ന് വിചാരിച്ച് നിങ്ങൾ ആരോ പറഞ്ഞ പോലെ 2 സ്റ്റെപ്പ് നടന്ന് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. നിങ്ങൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ കിട്ടുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു റീയൂണിയൻ ആണ്. അപ്പൊ ഫിസിക്കലി ചിലപ്പോൾ നിങ്ങൾ ഇല്ല എനിക്ക് താല്പര്യമൊന്നുമില്ല പോണ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു സോള് ആ റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കിവിടെ കമന്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും 2 രീതിക്ക് 2 വഴിക്ക് അകന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. വളരെയധികം സ്നേഹിച്ചിരുന്നിട്ട് പിന്നീട് ഈ ഒരു നെഗറ്റീവ് എനർജി മൂലം അകന്നു പോയിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. ഇനിയിപ്പോൾ നിങ്ങളെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുപ്പിച്ചപ്പോൾ, എൻ്റെ മാത്രമല്ല ആരുടെ അടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കാർമിക് കണക്ഷൻ ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേഴ്സൺസിന്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അത് കുറച്ച് ബാഡ് കർമാസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുമാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു ലൈഫിൽ കണ്ടുമുട്ടി. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി നിങ്ങളുടെ ഒരു ലൈഫ് പിന്നീട് ഇപ്പോഴുള്ള ഈ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിങ്ങൾ പിരിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ എനർജീസ് ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉണ്ടെന്ന ഒക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു എനർജീസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ശേഷം നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോ ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങളിപ്പോ കുറച്ചു പേരെങ്കിലും കരകയറി വന്നിട്ടുണ്ടാവാം. പക്ഷെ എങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കൊളുത്തി വലിക്കുന്ന ഒരു വേദനയായിട്ട് ഇതിവിടെ കിടക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി ഇതിൽ പോന്നിരിക്കുന്ന വ്യക്തി ഇപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്ന് പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഈ ഒരു ഡെക്കിൽ. അപ്പൊ തീർച്ചയായിട്ടും അവരെവിടെയാണോ പെട്ടിരുന്നത് അവിടെ നിന്ന് അവര്
ഇറങ്ങിപ്പോരുന്നു, ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ ഇറങ്ങിപ്പോരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ 4 of Wands എന്നുള്ളതിന്റെ ഒരു എനർജി ഈ 3 ഡെക്കിനകത്തും വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുത്ത ആ ഒരു ഒറാക്കിളിനകത്ത് വന്നിട്ടുണ്ട്, ഈ ഒരു ഡെക്കിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു 4 of Wandsന്റെ എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഡബിൾ നല്ല ഒരു ട്രിപ്പിൾ ക്ലാരിഫിക്കേഷൻ ആണ് നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ കോണ്ടാക്ട് കിട്ടും, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് കിട്ടും എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഈ ഒരു 4-4-4, അതായത് ഇതൊരു സ്റ്റെബിലിറ്റിയുടെ ഒരു നമ്പറും കൂടിയാണ്. ഈ 4 പില്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 11-11 എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു എഫക്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ട്വിൻ ഫ്ലെയിം കണക്ഷനും എല്ലാത്തിനും ഇത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ എന്താ പറയാ, ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മാരേജ്, റീയൂണിയൻ, ആ സോൾസ് തമ്മിലുള്ള ഒരു റീയൂണിയൻ എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോഡി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു 2 സോൾസ് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വീണ്ടുമുള്ള ആ ഒരു ബോണ്ടിങ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സോൾ കോൺട്രാക്റ്റിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുക, ഈ ഒരു ലൈഫിലേക്ക്. അപ്പൊ ആ ഒരു സോൾ കോൺട്രാക്റ്റിന്റെ പല പർപ്പസും ഉണ്ടാവാം. എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല, അത് ഡിവൈനിന് മാത്രമേ അറിയുള്ളൂ. നമുക്കും അറിയായിരുന്നു, അത് നമ്മുടെ സോളിന് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ നമുക്കത് ഓർമ്മയില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സോൾസ് രണ്ടും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു കാർമിക് കുറച്ച് ബാഡ് ബാഗേജസ് ഒക്കെ ഉണ്ട്, എങ്കിലും ആ ഒരു എന്താ പറയാ ഡിവൈൻ മെസ്ക്യുലിൻ ഫെമിനിൻ എനർജീസിലുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഒരു ഫിസിക്കലി ഉള്ള നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു മെന്റലി മാനസികമായിട്ടും അതുപോലെ ആ സോള് തമ്മിലുള്ള ഒരു ടൈ, അത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ പെടുമ്പോൾ അത് എത്രത്തോളം മാനസികമായിട്ട് അടുപ്പമുണ്ട്, അല്ലെങ്കിൽ അത് ചുമ്മാ ഒരു പാസിംഗ് ഫാൻസി അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഉള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സോൾ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു സോൾ ടൈ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ള പേഴ്സൺസിനാണ് തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 4 അതിന്റെ ഒരു നല്ല പ്രസൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഞാൻ പറഞ്ഞു അവരെവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അവർ പോന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ ഇറങ്ങി പോരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടോ, ഒന്നില്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കും അല്ലെങ്കിൽ മെന്റലി ആയിരിക്കും. അവർ അവിടെ നിന്ന് മാനസികമായിട്ട് ആ ഒരു നെഗറ്റീവ് സാന്നിധ്യത്തിൽ നിന്ന് അവരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉടനെ ഇറങ്ങും എന്നുള്ളതാണ്. നമ്മളിവിടെ 7 days ആണല്ലോ പീരീഡ് വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരവിടെ നിന്ന് പോകുന്നു. നിങ്ങളായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിന്നിരുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന് അവർ വിട്ടു പോന്നിട്ടുണ്ട്. അവർ പോരുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് ഉള്ള വഴി എളുപ്പമാവും, എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി 4 of Wandsന്റെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ 2 of Pentacles അതും അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഒരു ഹാർമണി അല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ അവർ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുമായിരുന്നു. അത്രയൊരു ബുദ്ധിമുട്ടുള്ള ഒരു മോശം സാഹചര്യത്തിൽ അവര് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അവർ നിന്നിരുന്നത്. അവിടെ നിന്നൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. ഈ പേജ് ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെസ്സഞ്ചർ കാർഡാണ്. ആ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും ഒരു എന്താ പറയാ നിങ്ങളിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ Ace of Pentacles ആൻഡ് ലാസ്റ്റ് വൺ 8 of Wands. അപ്പോൾ ഇത് രണ്ടും അത് തന്നെയാണ്. നിങ്ങൾക്കറിയാം ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു ന്യൂ ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു ന്യൂ ഗ്രോത്ത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നു. ആൻഡ് ഫൈനലി 8 of Wands എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. അല്ലാണ്ട് അതിനൊട്ടും താമസമില്ല. ഇന്നെങ്കിൽ ഇന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാർഡാണ്. ചിലപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു കോളോ മെസ്സേജസോ ഒക്കെ ഉണ്ടായിന്ന് വരാം. അത്രയധികം ഇവിടെ സ്ട്രോങ് ആയിട്ട് നമുക്കിത് കാണുന്നു. അത്രയധികം ഇവരുടെ ഒരു എന്താ പറയാ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് ഓടിയെത്തുന്നു എന്നുള്ളതാണ്. ഒരു വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് 8 of Wands. അത് തന്നെയാണ് നമുക്കിവിടെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡും. സോ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കൂ, എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അകന്നു പോയത്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായോ നിങ്ങൾ തമ്മിൽ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇനിയിപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രമേ നമുക്കൊരു
ഭയങ്കര ബോണ്ടിങ് തോന്നുള്ളൂ. അല്ലെങ്കിൽ അവർ വിട്ടു പോരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർ പോയി എന്ന് അറിയുമ്പോൾ നമ്മളുടെ എന്താ പറയാ ചങ്ക് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു വേദനയൊക്കെ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലാണ് അത് ഉണ്ടാവുക. നമ്മളുടെ അപ്പോൾ ഒരു പാസ്റ്റ് കണക്ഷനാണ് നമ്മൾ അതിൽ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിങ്ങനെ നിർത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ഉള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എത്രയും വേഗമാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ജനറലി പറഞ്ഞ ആ ഒരു ക്ലൂസ് ഒക്കെ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആണോ നോക്കുക. ഇനി നമുക്ക് ഓൾറെഡി കൺഫർമേഷൻ ആയിട്ട് കുറച്ച് ക്ലൂസ് കൂടി എടുത്തു നോക്കാം. ഓക്കെ, നമുക്കിനി ക്ലൂസ് നോക്കാം. ജെമിനി സോഡിയക് സൈൻ, ഇടുക്കി ഡിസ്ട്രിക്ട്, പത്തനംതിട്ട, നമ്പർ 29, ക്യാൻസർ, ലിയോ, WF, letter R, July month, T, June month, letter P, Kottayam, November month, Q, N, Kollam, number 28, number 23, number 27, V, letter A, number 1, number 14, number 12, Scorpio, the number 7, ആ 7 എന്നുള്ള നമ്പർ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ആൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പോരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത്. ക്ലൂസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ട് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 7 ഡേയ്സിന് വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് കേട്ടിട്ട് വെറുതെ അങ്ങോട്ട് പോകരുത്. താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ക്ലൂസുമായിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഒരുപാട് പേർക്ക് ഒരു ഗുഡ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു കർമ്മ ബാഗേജസ് ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യും. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അവരെ അട്രാക്ട് ചെയ്യുക. Okay, bye.